നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ വിവരങ്ങൾ എല്ലാവരും അറിയുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഏതാണ്ട് ഈ കച്ചവടം, കൂട്ടുകച്ചവടം ഏതാണ്ട് കൂട്ടിക്കെട്ടാറായ ലക്ഷണത്തിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. NDAയെ സംബന്ധിച്ച് അവർക്ക് കേവല ഭൂരിപക്ഷം തൽക്കാലം NDAയ്ക്കുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് 2/3 ഭൂരിപക്ഷം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. കാരണം ഈ വനിതാ ശാക്തീകരണ ബില്ലോ, സംവരണ ബില്ല്, വനിതാ സംവരണ ബില്ല് തോൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ വലിയ ആഘോഷങ്ങളായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പിൽ. അതുപോലെ നമ്മുടെ മതേതര ജനാധിപത്യ പുരോഗമന വർഗ ബഹുജന ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളികൾ എല്ലാവരും ഭയങ്കര ആക്രോശമായിരുന്നു. നരേന്ദ്രമോദിയെ തറ പറ്റിച്ചു, അമിത്ഷായെ കളി പഠിപ്പിച്ചു എന്നൊക്കെയായിരുന്നു അന്നത്തെ ആക്രോശം. അന്നേ ബോധമുള്ളവരെല്ലാം മനസ്സിൽ കണ്ടതാണ്. ഈ ഒരടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള പരിഹാരം NDA കണ്ടിരിക്കും. എങ്ങനെയും 2/3 ഭൂരിപക്ഷം നേടുക, ഈ ബില്ല് പാസ്സാക്കി എടുക്കുക എന്നുള്ളത് പിന്നീട് അവരുടെ ജീവിതവൃതമായിട്ട് മാറും. അതുപോലെ തന്നെ രാജ്യസഭയിലും ഭൂരിപക്ഷം നേടുക. ഇപ്പൊ ഈ രണ്ടും ഒരുമിച്ച് NDA നേടും എന്നുള്ള ലക്ഷണത്തിലാണ്, ഒരു സ്ഥിതിയിലാണ് ഇരിക്കുന്നത്. 293 MP ഇപ്പൊ തന്നെയുണ്ട്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ TMCയുടെ 20 പേര് എന്തായാലും ഇപ്പൊ NDAയുടെ ഭാഗമാകും എന്നുള്ള കാര്യം ഉറപ്പായി. അടുത്തത് ഉദ്ധവ് ഠാക്കറെയുടെ UBT ശിവസേനയുടെ 7 പേരും ഇപ്പൊ NDAക്കൊപ്പം ആകും എന്നുള്ള കാര്യം, ഏകദേശം ഏക്നാഥ് ഷിൻഡേക്കൊപ്പം പോകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. അപ്പൊ 27 പേരായി. 293 കൂടി 27 കൂട്ടി കഴിഞ്ഞാൽ 320 പേര് തൽക്കാലം NDAക്കുണ്ട്. നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. 2/3 ഭൂരിപക്ഷത്തിന് വേണ്ട 362 സീറ്റാണ്. അതായത് ഇനിയും ഒരു 42 സീറ്റ് കൂടി വേണം. 42 സീറ്റ് നിസ്സാരമായിട്ട് ഒപ്പിക്കാനുള്ള പണി NDAയുടെ കയ്യിലുണ്ട്. ഇതിൽ അമിത്ഷായും നരേന്ദ്രമോദിയും ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇവരിതിന് ആളുകൾ തന്നെ NDAയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് ചെന്ന് കയറുകയാണ്. ഇപ്പൊ സമാജ്വാദി പാർട്ടി നോക്കും, 37 MP അവർക്ക് ലോക്സഭയിലുള്ളത്. അതിൽ ഓം പ്രകാശ് രാജ്ഭർ എന്ന് പറയുന്ന അവിടുത്തെ മന്ത്രി, അദ്ദേഹം ഇതിനു മുമ്പ് അഖിലേഷ് യാദവിനൊപ്പമായിരുന്നു. അഖിലേഷ് യാദവിന് ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വളരെ ചെറിയ പാർട്ടിയില്ല. അഖിലേഷ് യാദവ് എന്ന് പറഞ്ഞാൽ വലിയ അന്താരാഷ്ട്ര സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഏഴാങ്കുലിയായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഓം പ്രകാശ് രാജ്ഭറിനെ. അതിനെ തുടർന്നാണ് അവിടെ നിന്ന് വിട്ടിട്ട് മൂപ്പര് NDAയിൽ വന്നതോടെ മൂപ്പര് ഉപമുഖ്യമന്ത്രിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും മന്ത്രിയാണ്. മൂപ്പര് അവിടുത്തെ ഒരു ചെറിയ പാർട്ടിയാണ്. ഇപ്പൊ ആ ചെറിയ പാർട്ടി ഇപ്പൊ ഉത്തർപ്രദേശിൽ തന്നെ BJP കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് മാറും MP എണ്ണത്തിൽ. ആ സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സമാജ്വാദി പാർട്ടി പിളരും എന്നുള്ള കാര്യത്തിൽ ഓം പ്രകാശ് രാജ്ഭറിനും സംശയമില്ല. അവിടുത്തെ BJP നേതാവും ഉപമുഖ്യമന്ത്രിയുമായ കേശവ് പ്രസാദ് മൗര്യയും ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിളരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, 25 MP ലോക്സഭയിലെ 25 MP സമാജ്വാദി പാർട്ടിയിൽ നിന്ന് വിട്ടിട്ട് ഇപ്പൊ ഈ ഓം പ്രകാശ് രാജ്ഭറിന്റെ പാർട്ടിയിൽ ചേരും. സുഹൽദേവ് അതിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു റീജിയണൽ പാർട്ടിയാണ്, വളരെ ചെറിയ പാർട്ടിയാണ്. അതുകൊണ്ടാണ് അഖിലേഷ് യാദവ് ഈ ഓം പ്രകാശ് രാജ്ഭറിനെ ചവിട്ടി തോത്തത്. അദ്ദേഹത്തിന് ഒരു ബഹുമാനവും കൊടുത്തിരുന്നില്ല, ഒരു പരിഗണനയും കൊടുത്തിരുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം NDAയിലേക്ക് വരുന്നത്. ഇപ്പോ ആ ഈർക്കിലി പാർട്ടി BJP കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ലോക്സഭാ MP പാർട്ടിയായിട്ട് മാറാൻ പോവുകയാണ്. കാരണം സമാജ്വാദി പാർട്ടിയിൽ 25 പേര് ഓം പ്രകാശ് രാജ്ഭറിന്റെ പാർട്ടിയിൽ ചേരും. അപ്പോ ഈ പതനം ആരംഭിക്കുന്നത് ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. അതോടൊപ്പം മെയിൽ ഒരു സംഭവം നടന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടിയുടെ ദേശീയ വക്താവ് രാജ്കുമാർ ഭാരതി ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. ഇത് ബ്രാഹ്മണന്മാരെല്ലാം വേശ്യകളെ പോലെയാണ് എന്നാണ് പറഞ്ഞത്. നോക്കൂ, ഇത് ഒരു ദളിത് സമുദായത്തെക്കുറിച്ചോ ഏതെങ്കിലും പിന്നോക്ക സമുദായത്തെക്കുറിച്ചോ മുസ്ലിമുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം ബാക്കി ഉണ്ടാവുക? രാജ്യം നിന്ന് കത്തും. BBC ഡോക്യുമെന്ററി വരും. അൽ ജസീറ 3 ദിവസത്തേക്ക് നിർത്താതെ അതിനെക്കുറിച്ച് ലേഖനം എഴുതും. ഇങ്ങനെ എല്ലാ ജനാധിപത്യ മതേതര പുരോഗമന വർഗ ബഹുജന ഫാഷിസ്റ്റ് വിരുദ്ധ തട്ടിപ്പ് ഉടായിപ്പുകാരും ഇതിനെക്കുറിച്ച് നിർത്താതെ നിലവിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ബ്രാഹ്മണരായതുകൊണ്ട് സവർണരെ ആർക്കും എന്ത് തെറിയും വിളിക്കാം എന്നുള്ളത് നമ്മുടെ കോമന്റ് ബോക്സിൽ അതിന് നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാം. എടാ നായരെ, നീ നായല്ലടാ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു ദളിതനായിരുന്നെങ്കിൽ ഇവർ വിളിക്കുമായിരുന്നു. ഞാൻ നിലപാട് മാറ്റി എന്ത് വൃത്തികേട് ചെയ്ത് കഴിഞ്ഞാലും ഒരു ദളിതനാണെങ്കിൽ ഇവരെന്നെ തെറി വിളിക്കും. ഇവര് തെറി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പുല്ല, അത് വേറെ കാര്യം. അപ്പൊ ഏതായാലും ഈ ബ്രാഹ്മണ വിരുദ്ധ പരാമർശം, ബ്രാഹ്മണര് വേശ്യകളാണെന്നുള്ള രാജ്കുമാർ ഭാരതിയുടെ ഈ പ്രസ്താവന വന്നതോടെ ഈ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവിന് ഉത്തരം പറയണമല്ലോ. അപ്പൊ മാധ്യമപ്രവർത്തകരൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിന് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാൻ പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് വ്യംഗ്യമായിട്ട് ഇയാൾ പറഞ്ഞത് ശരിയാണെന്നുള്ള രീതിയിൽ അതിനെ അണ്ടർലൈൻ ചെയ്യുന്ന രീതിയിൽ അഖിലേഷ് യാദവ്
പ്രതികരിച്ചു. കേരളത്തിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ രാജ്കുമാർ ഭാരതി ഇതോടുകൂടി മതേതര പോരാളിയായി, ഫാഷിസ്റ്റ് വിരുദ്ധ പോരാളിയായി ഹിന്ദുക്കളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഉത്തർപ്രദേശിൽ ബ്രാഹ്മണരെ തെറി വിളിച്ചിട്ട് അവർക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ഇതും പിളർപ്പിനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഏതായാലും 37 പേര് സമാജ്വാദി പാർട്ടിയിൽ, അതിൽ നിന്ന് 25 പേര് വിട്ടുപോയി കഴിഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ ആ ഒരു പരിധിയിൽ നിന്ന് രക്ഷപ്പെടാൻ കേട്ടോ. കാരണം അതും ഈ പറയുന്ന പോലെ 3-2 പേര് വേണമല്ലോ. അപ്പൊ 37 എന്ന് പറഞ്ഞാൽ 3-2 എന്ന് പറയുമ്പോൾ 25 പേരുണ്ടെങ്കിൽ കൂറുമാറ്റ നിരോധനം കൊണ്ടും അതിനെ മറികടക്കാൻ സാധിക്കും. അപ്പൊ ഉത്തർപ്രദേശിലെ കാര്യം, സമാജ്വാദി പാർട്ടിയുടെ കാര്യം അത്രയായി. 37 പേര് 25 പേര് പോരുന്നു. ഇനി ജെ.എം.എമ്മിന്റെ സ്ഥിതി എന്താണ്? ജെ.എം.എമ്മിനെ കോൺഗ്രസ് വഞ്ചിച്ചു പറ്റിച്ചു എന്ന് പറഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കാലം മുതൽ ജാർഖണ്ഡിൽ പ്രശ്നങ്ങളുള്ളതാണ്. രാജ്യസഭയിൽ ആകെ 2 സീറ്റ് ഉണ്ട്. അത് ജയിക്കണമെങ്കിൽ കോൺഗ്രസിന് ആരുടെ സഹായം വേണം? ജെ.എം.എമ്മിന്റെ സഹായം വേണം. പക്ഷേ കോൺഗ്രസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ യുവരാജാവ്, എന്റെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, അമ്മൂമ്മ പ്രധാനമന്ത്രിയായിരുന്നു, മുത്തച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, ഞങ്ങള് ഭരിക്കാൻ വേണ്ടി ജനിച്ചവരാണ് എന്നുള്ള നിലപാടുള്ളത് കൊണ്ട് അവർ ഏകപക്ഷീയമായിട്ട് കോൺഗ്രസ് 2 സ്ഥാനാർത്ഥികളെങ്കിൽ പ്രഖ്യാപിച്ചു. അധികം വൈകാതെ ഈ ജെ.എം.എം ഇപ്പൊ ചമ്പൈ സോറൻ നേതൃത്വത്തിൽ ഹേമന്ത് സോറനെതിരായിട്ട് കലാപം ആരംഭിച്ചിട്ടുണ്ട്. അതും ഏതാണ്ട് കുറച്ച് ആളുകൾ ജെ.എം.എമ്മിൽ നിന്നും വിട്ടുപോകുന്ന ലക്ഷണമാണ്. മഹാരാഷ്ട്രയിലെ NCP ഏതാണ്ട് ഉറപ്പായി. 8 MP-മാരുള്ളതിൽ 6 പേരും പോകും എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ. ഇനി ആകെ ബാക്കിയുള്ള DMK ആണ്. DMKക്ക് 22 MP-മാരുണ്ട്. നമുക്കറിയാമല്ലോ, കോൺഗ്രസുമായിട്ട് അടിച്ചു പിരിഞ്ഞ് കോൺഗ്രസിന്റെ നന്ദികേടും കോൺഗ്രസിന്റെ നീതികേടും അല്ലെങ്കിൽ ധാർമ്മികതയില്ലായ്മ അറിയാമല്ലോ. തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് DMKയുടെ തൊഴിൽ കൈയിട്ട് നടന്നു. അത് കഴിഞ്ഞ് വിജയ്ക്ക് അധികാരം കിട്ടുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ എങ്ങനെ ആരെ കൊന്നിട്ടാണെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടിയാൽ മതിയല്ലോ. ആ മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് നേരെ അപ്പുറത്തേക്ക് പോയി ഇവര് വിജയുടെ സ്വന്തക്കാരനായിട്ട് മാറി. അവസാനം DMK വഴി കളഞ്ഞു. അതോടുകൂടി ഞങ്ങൾ സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ടിരിക്കാൻ പോവാണെന്ന് DMKയുടെ MP-മാര് സ്പീക്കർക്ക് കത്തയച്ചു. അതായത് ഏതായാലും അവര് ഇന്ത്യ മുന്നണിയിൽ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയിപ്പോ ഒരു പക്ഷേ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം മൺസൂൺ സെഷൻ ആരംഭിക്കുമ്പോൾ ഇനിയും വനിതാ സംവരണ ബില്ല് ഈ ചർച്ചയ്ക്ക് വന്ന് വോട്ടിടുന്നതിന് മുമ്പായിട്ട് രാജ്യസഭയിൽ 3-2 ഭൂരിപക്ഷം, ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. ഈ 3-2 ഭൂരിപക്ഷം ലോക്സഭയിൽ ഏതെങ്കിലും കാരണവശാൽ 10-15 സീറ്റ് കുറവാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് DMK അതിൽ നിന്ന് വിട്ടുനിൽക്കും. DMK ഇനി വനിതാ സംവരണ ബില്ലിനെ എതിർക്കില്ല. DMK നല്ല തലയ്ക്കും ബോധമുള്ള, ഇന്ത്യയിലെ രാഷ്ട്രീയം എങ്ങനെയാണെന്ന് അറിയാവുന്ന തലയ്ക്ക് 5 പൈസയുടെ മൂളയെങ്കിലും തലയ്ക്കകത്തുള്ള ഒരുത്തിനും അതിനെ എതിർക്കാൻ പോകുന്നില്ല. നമ്മുടെ രാജകുമാരന്റെ ഐഡിയ ആയിരുന്നു ഇതിനെ എതിർക്കാനായിട്ട്. മൂപ്പര് എന്നിട്ട് ഈ ബംഗാൾ തോൽക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്, വനിതാ സംവരണ ബില്ല. മോദിക്ക് ഈ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ മോദി അതെടുത്ത് പ്രയോഗിച്ചു. സ്ത്രീ ശാക്തീകരണം എന്ന് മോദി ഒരു വശത്തുനിന്ന് പറയുന്നു, ഇവരിതാ വനിതാ സംവരണ ബില്ലിനെ തോൽപ്പിക്കുന്നു. അതിന്റെ ഉള്ളുകളികൾ എന്തൊക്കെയാണെന്ന് ഈ ഗ്രാമത്തിലുള്ള കോടിക്കണക്കിന് പള്ളിക്കൂടത്തിൽ പോകാത്ത സ്ത്രീകൾക്ക് വല്ലതും അറിയോ? മോദി അവിടെ ചെന്ന് പ്രസംഗിച്ചു, നിങ്ങളുടെ രാഹുൽ ഗാന്ധി വനിതാ സംവരണ ബില്ല് പാസ്സാവുന്നത് സമ്മതിക്കുന്നില്ല. അവിടെ മുഖ്യമന്ത്രിയായിരുന്ന വനിതയായ നമ്മുടെ മമതാ ദീദി വരെ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇവരുടെ മണ്ടത്തരമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഇന്ത്യ മുന്നണിയുടെ മണ്ടത്തരമാണ് BJPക്ക് അനുകൂലമായിട്ട് വരുന്നത്. അപ്പോൾ ഏതായാലും ഇനി വനിതാ ബില്ല് വോട്ടിനിട്ട് കഴിയുമ്പോൾ DMK പതുക്കെ വിട്ടുന്നു, അവരങ്ങ് അബ്സ്റ്റെയിൻ ചെയ്യും, അങ്ങനെ ബില്ല് പാസ്സാക്കിയെടുക്കും. ഇതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇനി ഒരു കാര്യവും കൂടെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി 2 ദിവസം മുമ്പ് ഒരു വലിയ പ്രസംഗം നടത്തുന്നത് കേട്ടു. BJPക്ക് ധാർമ്മികതയില്ല, അധാർമികത ആണ് BJPയുടെ മുഖമുദ്ര. BJPയുമായിട്ട് മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ BJPയെ തോൽപ്പിക്കണമെങ്കിൽ ഈ ധാർമ്മികത നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനും എന്താ ധാർമ്മികത? ഇന്ത്യയിലെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണോ ഇവിടുത്തെ ധാർമ്മികത? ഡൽഹിയിലെ തെരുവുകളിൽ നിരപരാധികളായ ആയിരക്കണക്കിന് സിഖുകാരെ വെട്ടിയും കുത്തിയും തീയിട്ടും കൊന്നതാണോ കോൺഗ്രസിന്റെ ധാർമ്മികത? അങ്ങനെ കോൺഗ്രസിന്റെ ധാർമ്മികത പറയാൻ പോയി കഴിഞ്ഞാലുണ്ടോ, ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യം വരെ നമുക്ക് പറയാവുന്നേ ഉള്ളൂ. ഈ DMKയോട് ചെയ്തത് ധാർമ്മികതയാണോ? തലേ ദിവസം വരെ DMKക്കൊപ്പം നിന്ന ബാക്കിയുള്ളവരെയൊക്കെ തെറി വിളിച്ചിട്ട് അവിടെ 5 MLA-മാരെ കിട്ടിയത് ഈ DMKയുടെ ഭിക്ഷയാണ്. അല്ലെങ്കിൽ കോൺഗ്രസിന് അവിടെ എന്തെങ്കിലും വാഴയ്ക്കുണ്ടോ? ഈ തമിഴ്നാട്ടില് ഒരു MLA പോലും കിട്ടുമോ? കോൺഗ്രസിന് ഒറ്റയ്ക്ക് സാധിക്കില്ല. അങ്ങനെ 5 MLA-മാരെ DMKയുടെ കഴിവ് കൊണ്ട് നേടിയെടുത്തതിന് ശേഷം അവിടെ നിന്ന് മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടി അവർ യാതൊരു ധാർമ്മികതയുടെയും തടസ്സം അവർക്കുണ്ടായില്ല, നേരെ വിജയുടെ ഒപ്പം ചേരാനായിട്ട്. എന്നിട്ട് അവിടെ ചെന്നിട്ട് 2 മന്ത്രിമാരെ അവർ വാങ്ങിയെടുത്തു. നോക്കൂ, ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച നേതാവാണ് ധാർമ്മികതയെക്കുറിച്ച് നിലവിളിക്കുന്നത്. പിന്നെ എത്രയാണ് 2G 3G കോമൺവെൽത്ത്, കൽക്കരി, അങ്ങനെ എത്രയെത്ര തട്ടിപ്പുകളാണ്. ബോഫേഴ്സ്, ടെലികോം എന്ന് പറഞ്ഞ് ഇവർ ഭരിച്ചിരുന്ന സമയത്ത് അഴിമതിയോട് അല്ലെങ്കിൽ സ്കാൻഡൽസിനുമേൽ സ്കാൻഡൽസ് ആയിരുന്നു. അവരാണ് ധാർമ്മികതയെക്കുറിച്ച് പറയുന്നത്. ഏതായാലും ഈ സ്വന്തം കഴിവില്ലായ്മയെ മറച്ചു വയ്ക്കാനായിട്ട് വോട്ട് ചോരി എന്ന് പറയുന്ന നിലവിളിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ തന്ത്രം അധികം
വിലപ്പോവില്ല. കേരളത്തിൽ കുറെ പൊട്ടന്മാരുണ്ട്, അവർ മാത്രമേ ഈ വോട്ട് ചോരിയുടെ പുറകെ നടക്കും. ഞാനും ഒരു കാലത്ത് നടന്നിരുന്ന, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്കൂട്ടായി, അത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ഈ വോട്ട് ചോരിയെ പറ്റി പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറെ പൊട്ടന്മാരുണ്ട്. അവരൊന്നും എത്രയായാലും പഠിക്കില്ല. പക്ഷേ ഈ ഇന്ത്യ മുന്നണിയിലെ എല്ലാവരെയും എല്ലാ കാലത്തും സ്വന്തം കഴിവുകേടിന്റെ ഫലമായിട്ടല്ല, സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാനായിട്ട് ഇങ്ങനെ വോട്ട് ചോരി എന്ന് നിലവിളിച്ച് പറ്റിക്കാമെന്ന് രാഹുൽ ഗാന്ധി കരുതരുത്. അടുത്ത പിളർപ്പ് മിക്കവാറും ബോധമുണ്ടെങ്കിൽ, തലയിൽ ബോധമുള്ള കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അടുത്ത പിളർപ്പ് കോൺഗ്രസ് അകത്ത് തന്നെയായിരിക്കും. ഈ രാജകുമാരന്റെ കൂടെ ഞങ്ങൾ ഇരിക്കുന്നില്ല, തലയ്ക്ക് വെളിവുള്ള വേറെ ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ പിടിച്ച് ഞങ്ങളെ സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ട് ഇരുത്തണമെന്ന് തലയ്ക്കകത്ത് ബോധമുള്ള കോൺഗ്രസ്സുകാർ സ്പീക്കറോട് അധികം താമസിയാതെ ആവശ്യപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടെ നമ്മുടെ NDA സർക്കാരിന് 1-2 ഭൂരിപക്ഷമാവും. താങ്ക് യു. ജയ് ഹിന്ദ്.